ഉണ്ണി മുകുന്ദന്റെ മാർക്കോ കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിൽ എത്തിയതു മുതൽ എല്ലാ ശ്രദ്ധയും നേടിയെടുത്തു. കുറഞ്ഞ പ്രതീക്ഷകൾക്കിടയിൽ റിലീസ് ചെയ്ത ഈ ചിത്രം അതിന്റെ പ്രകടനത്തിലൂടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ചെയ്യുന്നു. ആഴ്ച മുഴുവൻ മികച്ച ട്രെൻഡുമായി 50 കോടി നാഴികക്കല്ല് മറികടക്കാൻ ഇതിനു കഴിഞ്ഞു. 7 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ടിനായി വായന തുടരുക. ഹനീഫ് അദേനി രചനയും സംവിധാനവും നിർവഹിച്ച ഈ മലയാളം ആക്ഷൻ ത്രില്ലർ ഡിസംബർ 20-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. റിലീസായപ്പോൾ ചിത്രം നിരൂപകരിൽ നിന്ന് സമ്മിശ്ര അവലോകനങ്ങൾക്കായി തുറന്നു. പക്ഷേ പ്രേക്ഷകർക്കിടയിൽ അത് അനുകൂലമായ വാക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൂരമായ രംഗങ്ങളും അമിതമായ രക്തച്ചൊരിച്ചിലുകളും കാരണം ഇത് ഏറ്റവും അക്രമാസക്തമായ ഇന്ത്യൻ സിനിമയായി പ്രചരിപ്പിക്കപ്പെടുന്നു. ഈ ടാഗ് മോളിവുഡ് വലിയ താരങ്ങളെ ആദ്യ ആഴ്ചയിൽ തന്നെ ആകർഷിക്കാൻ സഹായിച്ചു. 4.30 കോടിയിൽ നിന്ന് യാത്ര ആരംഭിച്ച ശേഷം മാർക്കോ അതിന്റെ ആദ്യ വാരാന്ത്യത്തിൽ ഭൂരിഭാഗവും നേടുകയും പ്രവൃത്തി ദിവസങ്ങളിൽ മികച്ച ട്രെൻഡിംഗ് നിലനിർത്തുകയും ചെയ്തു. തൽഫലമായി 7 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 27.22 കോടി നെറ്റ് കളക്ഷൻ നേടി. നികുതിയുൾപ്പെടെ മൊത്തം ആഭ്യന്തര കളക്ഷൻ 32.11 കോടിയാണ്. വിദേശത്തും മാർക്കോ ആദ്യ 7 ദിവസം കൊണ്ട് 21 കോടി ഗ്രോസ് നേടി. ഇത് ഇന്ത്യൻ ഗ്രോസിനൊപ്പം ചേർത്താൽ ചിത്രത്തിന്റെ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ 53.11 കോടി ഗ്രോസ് ആണ്. ഏറ്റവും പുതിയ മലയാളം റിലീസായ ബറോസ് ടിക്കറ്റ് വിൻഡോകളിൽ മോശം സംഭവമായി മാറുകയാണ്. ഇത് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ഒരു അനുഗ്രഹമാണ്. പ്രേക്ഷകർക്കിടയിൽ പോസിറ്റീവ് ട്രെൻഡിംഗ് കാരണം 100 കോടി നാഴികക്കല്ലും എത്തിയേക്കാം.